ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വെള്ളച്ചാട്ടം കാണിക്കാനാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഏതാണെന്നല്ലേ, ഇത് കോവിൽക്കടവിലെ ഇറച്ചിപ്പാറ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോ ഫുള്ളും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് നമുക്ക് കാണിക്കുന്ന പ്ലേസ് ആണ് ഇറച്ചിപ്പാറ വെള്ളച്ചാട്ടം. ഈ ഇറച്ചിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് കോവിൽക്കടവിലെ പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇത് ടൗണിൽ കൂടെ പോയി കഴിയുമ്പോഴത്തേക്കും ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ടൗണിന്റെ അടുത്ത ഭാഗത്തൂടെ ഒരു വഴി കിടപ്പുണ്ട്, ചെറിയ ഊട് വഴിയാണ്. ഇത് ഗ്രാമത്തിലോട്ട് പോകുന്നതാണ്. അപ്പം അവിടെ അതിലെ കൂടെ തിരിഞ്ഞു കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ എത്താൻ പറ്റും. ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. പോരാത്തതിന് അവധിയൊക്കെ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ആയിരുന്നു. നിന്ന് വരിക നമുക്ക് സ്ഥലമില്ല, വണ്ടിക്ക് പോകാനും ഭയങ്കര പാടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു വിധത്തിൽ സ്ഥലത്തെത്തിപ്പെട്ടു. ഇതാണ് ഇറച്ചിപ്പാറ വെള്ളച്ചാട്ടം. അപ്പൊ വെള്ളം കുറവാണ്, കാരണം മഴയൊക്കെ മാറിയല്ലോ. അപ്പൊ വെള്ളം കുറവാണ്, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത്യാവശ്യം വെള്ളമുണ്ട്. വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് അങ്ങേപ്പുറം പാറയുടെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും നല്ല രസമാണ്. അവിടെ പോയി നിൽക്കാനൊക്കെ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റും. വെള്ളം ഉള്ളപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ റോട്ടിൽ നിന്നേ ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ. അത്രയും വെള്ളം കാണും, അകത്തോട്ടൊന്നും ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു നല്ല വൈബാണ്, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പ്രകൃതി ഒരുക്കി വെച്ച് സൗന്ദര്യം എന്നൊക്കെ പറയുന്ന പോലെ. ഈ വെള്ളച്ചാട്ടം മാത്രമല്ല കേട്ടോ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് നമ്മുടെ പാമ്പാറ് കുത്തി ഒഴുകി പോകുന്നത് കാണാൻ പറ്റും. പുഴ നിറയെ വെള്ളമുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ചുറ്റിനും മലനിരകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതും കാണാം. നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പം നമുക്ക് വെള്ളത്തിലിറങ്ങാം. ഞാനങ്ങനെ വെള്ളത്തിലിറങ്ങാൻ പോയപ്പോൾ നല്ല തിരക്കാണ്. സൈഡിൽ കൂടെയൊക്കെ ഞാൻ അകത്തോട്ട് പോയി. അപ്പോൾ മഴ പെയ്യുന്ന പോലെയാണ് ഇപ്പോൾ വെള്ളം വീഴുന്നത്. അപ്പോൾ നല്ല രസമാണ് നമുക്ക് അകത്തോട്ടൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ. ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ. ഞാനും ഇടയിൽ പോയി നിന്നൊന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ചാറ്റമഴ പോലെ ഉണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. മഴയെ നനഞ്ഞ് ഞാനിങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം. നടുക്ക് ഭാഗത്ത് മാത്രം കുറേ വെള്ളമുണ്ട്, ബാക്കി എല്ലാ സ്ഥലത്തും ചാറ്റിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് കാറ്റടിച്ച് ഉള്ള എല്ലാ വെള്ളവും കൂടെ തലയിലോട്ട് വീണ്. അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട് കണ്ടാൽ തോന്നും ഭയങ്കര തെന്നലാണെന്ന്. പക്ഷെ ഞാൻ ഇതിലെ കൂടെ ഒക്കെ നടന്ന് എനിക്ക് പരിചയമുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പീഡിൽ നടന്നു പോകുന്നത്. വലിയ തെന്നലില്ല, എന്നാലും ചെറിയൊരു തെന്നലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ സൂക്ഷിച്ച് നടക്കുക വരുന്നവരൊക്കെ. നല്ലൊരു പ്ലേസ് ആണിത്. അങ്ങനെ ഞാനും മുകളിൽ കയറി ഫോട്ടോ എടുക്കാന്നുള്ളൊരു സന്തോഷത്തിൽ അങ്ങ് വലിഞ്ഞ് മുകളിലോട്ട് കയറി. കുറേ പേര് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും മുകളിലോട്ട് കയറി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ സൈഡിൽ കൂടെ കയറി ആ സൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റും, അപ്പുറത്തെ സൈഡിൽ കൂടെ. നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വരുന്നത്. കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ പാമ്പാർ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കാണിക്കാന്ന് ശേഷം ഞങ്ങൾ ഇറങ്ങി. ഈ സൈഡിൽ പാമ്പാർ ഇങ്ങനെ അതിമനോഹരമായിട്ട് ഒഴുകുന്നുണ്ട്. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. പക്ഷെ ഇപ്പം വെള്ളം നിറയെ ഉണ്ട്, അതുകൊണ്ട് ആരെയും കടത്തി വിടുന്നില്ല. ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവർ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കടത്തി വിട്ടതാണ്. മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം കുറവായിരിക്കും. അപ്പം നമുക്ക് നല്ല കാഴ്ചകളൊക്കെ ആയിരിക്കും ഇവിടെ, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. പുഴയിലൊക്കെ നിൽക്കാനും ഇരിക്കാനും ഒക്കെ നല്ല സൗകര്യമുണ്ട്. നല്ല പാറയാണ്, ഫുള്ള് കാണാൻ നല്ല വൈബാണ്. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പൊ നിറച്ച് വെള്ളമുണ്ട് കേട്ടോ. എനിക്ക് തന്നെ പേടിയാണ്. പിന്നെ ഒരു ധൈര്യം സംഭരിച്ച് ഞാനങ്ങ് നടന്നു പോകുന്നു, കൂടെ ആളുള്ളതുകൊണ്ട്, നമ്മുടെ സ്ഥലമായതുകൊണ്ട്. അതുപോലെ ഇവിടെ വെയിലാണെങ്കിലും നല്ല തണുപ്പാട്ടോ. അതാണ് സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുന്നത്. ഭയങ്കര തണുപ്പെന്ന് പറയാൻ ഭയങ്കര തണുപ്പ്. വെയിലുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതാണ്. അപ്പം നമുക്ക് പുഴയിലോട്ട് ഇറങ്ങാം. ഇത് പുഴ കാണാൻ ഇങ്ങനെ ശാന്തമായിരിക്കണമെങ്കിലും ഭയങ്കര ഡേഞ്ചറാണ് ഈ സ്ഥലം. കുത്തി ഒഴുകി പോകും, എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചുഴികളാണ്. അപ്പം നമുക്ക് പതുക്കെ ഇറങ്ങി നടക്കാം.
ഞങ്ങളുടെ ഈ പാമ്പാറിന്റെ മാത്രം പ്രത്യേകതയാണെന്ന് തോന്നുന്നു ഇത്രയും പാറക്കെട്ടുകൾ. വേറെ അങ്ങനെ പുഴയിലൊന്നും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. എൻ്റെ ചേട്ടായി പറഞ്ഞ ഇതാണ് അവിടെ ആറുന്ന്. അവിടെയൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നതുകൊണ്ട് കടൽ പോലെ വെള്ളം മാത്രമേ കാണത്തുള്ളൂ, പാറക്കെട്ടുകളൊന്നും കാണത്തില്ല. പക്ഷെ ഇവിടെ ഫുള്ള് പാറകളാണ്, നമുക്കിങ്ങനെ ചടിച്ചാടി നടക്കാം. പാമ്പാറിന്റെ പ്രത്യേകത അറിയാലോ, കേരളത്തിൽ 44 നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നത് 3 എണ്ണമാണ്. അതിലൊന്നാണ് ഈ പാമ്പാറ് എന്ന് പറയുന്നത്. അത് ഞങ്ങളുടെ വീടിന്റെ താഴെ കൂടെയാണ് ഒഴുകുന്നത്. ആ പുഴയിലൊക്കെ ചാടി മറിഞ്ഞൊക്കെയാണ് ഞങ്ങൾ വളർന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നുമില്ല നടക്കാനായിട്ട്. അപ്പോൾ വരുന്നവരൊക്കെ സൂക്ഷിച്ച് വേണം ഇതിൽ നടക്കാനൊക്കെ, ഫോട്ടോസ് എടുക്കാനൊക്കെ. കാല് തെന്നിയാലും ചുഴിക്കാത്തായിരിക്കും പോകുന്നത്. വെള്ളം നമുക്ക് കാണുമ്പോൾ അങ്ങനെ അറിയില്ല, ചെറുതായിട്ട് ഒഴുകുന്നുള്ളെങ്കിൽ, പക്ഷെ ഭയങ്കര ചുഴിയാണ് ഇതിൽ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് വന്ന് ആസ്വദിക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഈ മൂന്നാർ മറയൂരിലെ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്ത എല്ലാ സ്ഥലങ്ങളും നമ്മൾ ഇനി ഈ ചാനലിൽ കൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ചേരുക കാണാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.